Hello guys, കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബിഗ് ആൻഡ് ബെസ്റ്റ് എൻട്രൻസ് കോഴ്സ് സെൻ്ററായ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് അവതരിപ്പിക്കുന്ന നീറ്റ് ഫൈനൽ ലാബ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം. ഈ വർഷത്തെ നീറ്റിന് കയ്യും മെയ്യും പറന്ന് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും തിയറിയും പ്രോബ്ലം അടങ്ങിയ ഒരു പാക്കേജുമായിട്ടാണ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് അവതരിക്കുന്നത്. എൻ്റെ പേര് SKP, ഫിസിക്സ് ഫാക്കൽറ്റി, യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ മനോഹരമായ ഒരു ക്യൂട്ടായ ചാപ്റ്ററാണ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. 4 ഭാഗങ്ങളായിട്ട് ഈ ചാപ്റ്ററിനെ ഞാൻ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് പോർഷനാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് യൂണിറ്റ്സ്. സെക്കൻഡ് പോർഷൻ ഡയമെൻഷൻ അനാലിസിസ്, എറേഴ്സ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇങ്ങനെ 4ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഈ 4 ഭാഗത്തു നിന്നും സ്ഥിരമായി ചോദ്യങ്ങൾ മാറി മറിഞ്ഞ് വരാറുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ എടുക്കാൻ വേണ്ടി പോണത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും യൂണിറ്റ്സും ആണ്. So, start ചെയ്യാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ആർ നോൺ ആസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അളക്കാൻ കഴിയുന്ന ക്വാണ്ടിറ്റീസിനെ പറഞ്ഞ പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ലെങ്ത്, ഫോഴ്സ്, ആംഗിൾ എന്ത് വേണമെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് പറയാൻ പറ്റും. യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ദ റെഫറൻസ് സ്റ്റാൻഡേർഡ് ഇൻ വിച്ച് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഈസ് നോൺ ആസ് യൂണിറ്റ്. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും നമുക്കറിയാവുന്ന റെഫറൻസ് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയാം. ഇപ്പം നമ്മൾ 1 മിനിറ്റ് ലേറ്റ് ആയി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ലേറ്റ് ആയി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താ 1 മിനിറ്റ് എന്ന്. അപ്പൊ അതുപോലത്തെ 10 എണ്ണം എന്ന് കമ്പയർ ചെയ്ത് പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ 1 മിനിറ്റിന് പറഞ്ഞ പേരാണ് എന്ത്? യൂണിറ്റ് എന്ന് പറയാൻ പറ്റും അല്ലേ. മെഷർമെന്റ് എന്താ വെച്ചാൽ ഒരു കമ്പാരിസൺ പ്രോസസ് ആണ്. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കമ്പയർ ചെയ്ത് പറയാണ്. നമ്മൾ കടയിൽ പോയിട്ട് പറയണം ഒരു 5 കിലോ പഴം വേണമെന്ന് പറയും. അപ്പോൾ 1 കിലോ എന്താ അറിയാം, അതുപോലത്തെ 5 കിലോ പഴം വേണം നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, യൂണിറ്റ്, മെഷർമെന്റ് മനസ്സിലാക്കിയാൽ മതി. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. എക്സ്പ്രഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക? Q = NU. അപ്പോൾ എത്രയാണ് ഈ പഴത്തിന്റെ മാസ്? 5 kg. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ, kg അതിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ന്യൂമറിക്കൽ വാല്യൂന്റെയും യൂണിറ്റിന്റെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ Q എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, N ന്യൂമറിക്കൽ വാല്യൂ, U ആരാണ് യൂണിറ്റ്. ഈ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ലെങ്ത് = 1 മീറ്റർ = 100 സെന്റിമീറ്റർ എന്ന് എഴുതി. അപ്പോൾ അവിടെ ലെങ്ത് സെയിം ആണ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി സെയിം ആണ്. അപ്പൊ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, മീറ്റർ സെന്റിമീറ്റർ ആയപ്പോൾ 1 എന്നുള്ളത് 100 മാറി അല്ലേ. അപ്പോൾ യൂണിറ്റ് ചെറുതായപ്പോൾ ന്യൂമറിക്കൽ വാല്യൂ വലുതാവുന്നുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ Q = NU എന്ന് പറയുമ്പോൾ ആ Q ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ N പ്രൊപ്പോർഷണൽ ടു 1/U എന്ന് പറയാം. അപ്പൊ N-ന്റെയും U-ന്റെയും ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം. അതായത് യൂണിറ്റ് ചെറുതാവുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂ വലുതാവുന്നു, യൂണിറ്റ് വലുതാവുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂ ചെറുതാവുന്നു. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് 3ആയിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യാം. മെയിനായിട്ട് 2 നമ്മൾ 3ആയിട്ട് പറയണം കേട്ടോ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആൻഡ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത്. അവരെക്കാളും ചെറിയ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് അവരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അവരാണ് ഏറ്റവും ബേസിക്. ദീസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓക്കെ, ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. എക്സാമ്പിൾ ആയിരിക്കാണ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ലെങ്ത്, മാസ്, ടൈം, കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. ഓക്കെ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അല്ലെങ്കിൽ ദീസ് ആർ ദ ലോജിക്കൽ കോമ്പിനേഷൻസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ആര്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾസ് ആരൊക്കെയാണ്? ബാക്കിയുള്ള എല്ലാം വെലോസിറ്റി, ഫോഴ്സ്, പ്രഷർ, ഡെൻസിറ്റി, പവർ ഒക്കെ എന്താണ്? നമ്മുടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ പോലെ തന്നെ ഇരിക്കും, പക്ഷെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ രണ്ടും അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു ലിസ്റ്റാക്കി ഇട്ടിരിക്കുകയാണ് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത്. ഇത് ജോമെട്രിക്കൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്, ഡയമെൻഷൻലെസ് ആണ്. മിക്കവാറും ആൾക്കാരും പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും ഇതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഈ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ആംഗിളിന് നമുക്ക് വേറെ ലെങ്ത് വെച്ച് പറയുമ്പോൾ ആംഗിൾ = ആർക്ക് ബൈ റേഡിയസ് ആണ്. അപ്പൊ 2 ലെങ്ത് വെച്ചിട്ട് പറയാം. അപ്പൊ ലെങ്ത് കട്ടായി പോകും. അപ്പൊ അതിന്റെ യൂണിറ്റ് പറയുമ്പോൾ നമുക്ക് മീറ്റർ ഒന്നും കിട്ടില്ല. അപ്പൊ ആംഗിൾ പറയുന്ന ലെങ്ത് വെച്ചിട്ടാണെങ്കിൽ പോലും അതിന്റെ യൂണിറ്റ് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ ആംഗിളിനെയും നമ്മൾ സോളിഡ് ആംഗിളിനൊക്കെ ഒരു വേറെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് കരുതിയിട്ട് നമ്മൾ ഇടുന്ന പേരാണ് എന്ത്? സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞത്. ഓക്കെ, സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. A complete set of units used to represent physical quantities are known as system of units. Okay, ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് 4 സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? CGS ഉണ്ട്, FPS ഉണ്ട്, MKS ഉണ്ട്, SI ഉണ്ട്.
CGS എന്ന് പറയുമ്പോൾ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, FPS എന്ന് പറയുമ്പോൾ ഫൂട്ട് പൗണ്ട് സെക്കൻഡ്, MKS എന്ന് പറയുമ്പോൾ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, SI എന്ന് പറയുമ്പോൾ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ്? SI ആണ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണെന്ന് പറയാ SIയിൽ പറയാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മിക്കവാറും എഴുതി വെച്ചിരിക്കുന്നതൊക്കെ എന്താണ്? SIയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക. അതാണ് നമ്മുടെ സ്വന്തം SI സിസ്റ്റം. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഈ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോഴും പല ചോദ്യങ്ങളിലും ഓർഡറിലൊക്കെ ആൻസർ വരാറുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ഏതൊരു നമ്പർ നമുക്ക് തൊട്ടടുത്ത 10ന്റെ പവറാക്കി എഴുതാൻ പറ്റും, അതിന്റെ പേരാണ് എന്ത്? ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നമ്പർ ഈസ് ദാറ്റ് പവർ ഓഫ് 10 ക്ലോസസ്റ്റ് ടു ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ നമ്പർ വി എക്സ്പ്രസ് ഇറ്റ് ആസ് n ഈക്വൽ ടു n ഇൻറ്റു 10⁻⁴. ഏത് നമ്പറിനെയും ഒരു പ്രത്യേക രൂപത്തിലേക്ക് മാറ്റി എഴുതണം. അവിടെ ആ ഒരു എന്നിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് 0.5നും 5നും ഇടയ്ക്ക് വരണം. 5 ആകാൻ പാടില്ല, 0.5 ആകാം, 0.5 ആകാൻ പാടില്ല, 5ഓ 5ൽ കുറവാകാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ X ആയിരിക്കും എന്ത്? 10ന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 39 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഞാൻ അങ്ങനെ എഴുതിട്ടോ, 3.9 ഇൻറ്റു 10⁻1 എന്ന് കൊടുത്തു. ഈ 3.9 എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഇത് n, ഇതാരാണ്? സ്മോൾ n ഇൻറ്റു 10⁻x എന്നുള്ള ഫോമിൽ വന്നിരിക്കണത്. ഇപ്പൊ നമ്മുടെ എന്നിന്റെ വാല്യൂ, സ്മോൾ എൻ്റെ വാല്യൂ 0.5നേക്കാളും വലുതാണ്, 5ന് താഴെയുമാണ് അല്ലേ? അപ്പൊ എത്ര? 10ന്റെ പവറായ എക്സിന്റെ സ്ഥാനത്താര വന്നിരിക്കണം 1. അപ്പൊ ഇവിടെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? 1. ഒരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. 49 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4.9 ഇൻറ്റു 10⁻1 കൊടുക്കുക. അപ്പൊ അത് 5ന്റെ താഴെ വന്നു, 0.5ന്റെ മുകളിൽ വന്നു. അപ്പൊ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? 1. എന്നാൽ 50 നോക്കിക്കോട്ടോ. 50 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 5 എഴുതാൻ പറ്റുമോ? 5ഓ 5ൽ കുറവാകാം. അപ്പൊ 5 എഴുതാൻ പറ്റുമോ? 5.0 ഇൻറ്റു 10⁻1 എന്ന് പറയുമ്പോൾ അതിന്റെ ഓർഡർ എത്രയായിരിക്കും? 5 പറ്റില്ലേ? 5 ആകാം, 5ൽ എന്ത് ചെയ്യാൻ പറ്റും? കുറയാനും പറ്റും. അപ്പോൾ ഇതിന്റെ ഓർഡർ എത്രയായിരിക്കും? 1. എന്നാൽ 51 എന്ന് പറഞ്ഞാലോ 0.51 എന്ന് കൊടുക്കേണ്ടി വരും. കാരണം 5.1 ആക്കാൻ പറ്റില്ല. കാരണം 5.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന്റെ മുകളിൽ പോയി. അപ്പൊ 0.51 ഇൻറ്റു 10⁻². അപ്പോൾ ഓർഡർ എത്രയായിരിക്കും? 2. ഇനി വേറെ എക്സാമ്പിൾ 999 എന്ന് വിചാരിച്ചോ. ഇതെങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 0.999 ഇൻറ്റു 10⁻3. അപ്പോൾ ഓർഡർ എത്രയായിരിക്കും? 3. ഏതൊരു സംഖ്യയുടെയും തൊട്ടടുത്ത 10ന്റെ പവറിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഇനി വേറെ എക്സാമ്പിൾ കാണിച്ചോട്ടോ. 0.003. അതെങ്ങനെ എഴുതാൻ പറ്റും? 3 ഇൻറ്റു 10⁻⁻3. അപ്പൊ എത്ര കിട്ടും? -3. നെഗറ്റീവും വരാട്ടോ. ഇങ്ങനെ എഴുതുന്നതിന്റെ പേരാണെന്ത്? ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഏതൊരു സംഖ്യയുടെയും തൊട്ടടുത്ത 10ന്റെ പവറാക്കി പറയുന്ന പരിപാടിയാണ് എന്ത്? ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ചില ആൻസറുകളൊക്കെ ഓർഡറിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇത്തരം യൂണിറ്റുകളും ടെക്സ്റ്റ് ബുക്കിലെ ഡാറ്റയൊക്കെ പഠിച്ചു വെക്കുക. കുറെ ഡാറ്റ ഉണ്ടായിരുന്നു മുമ്പ്, പലതും കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ പുതിയ വന്ന എല്ലാ ഡാറ്റകളും ഒന്ന് പഠിച്ചു വെക്കുക. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 45.3 അതിന് കാണാൻ പറ്റും. 45.3 എങ്ങനെ എഴുതാൻ പറ്റും? 4.53 ഇൻറ്റു 10⁻1. അപ്പോൾ ഓർഡർ എത്രയായിരിക്കും? 1. 4.53 എന്ന് പറയുമ്പോൾ 0.5ന്റെ മുകളിൽ പോയി, 5ന് താഴെയാണ്. അപ്പോൾ ഓർഡർ എത്ര വന്നു? 1. കേട്ടോ, 10ന്റെ പവർ 1. Which of the following is a derived quantity? Luminous intensity, amount of substance, pressure and time. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ലൂമിനസ് ഇന്റൻസിറ്റി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, ടൈം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, പ്രഷർ ആണ് ഇവിടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത്. ഇങ്ങനെ സിമ്പിൾ ആയ ചോദ്യങ്ങൾ ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട് കേട്ടോ. Which of the following statement is wrong? Unit of kinetic energy is Newton meter. Kinetic energy എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ വർക്കിന്റെ യൂണിറ്റ് ആണ്. കൈനറ്റിക് എനർജിയും വർക്കും ഒക്കെ എന്താണ്? ഒരേ യൂണിറ്റ് ജൂള് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോൾ വർക്കിന്റെ ഇക്വേഷൻ അറിയില്ലേ? F/S എന്നല്ലേ പറയാ. അപ്പൊ അതാരായിരിക്കും? ന്യൂട്ടൺ മീറ്റർ. ഈ വർക്ക് ഈക്വൽ ടു ആരാണ്? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി വരാറുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജിക്കും ന്യൂട്ടൺ മീറ്ററിലെ യൂണിറ്റ് പറയാൻ പറ്റും. ഓക്കെ, യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് പോയിസ്. യെസ്, വിസ്കോസിറ്റിയുടെ SI യൂണിറ്റ് ആണ് പോയിസ് എല്ലി. അതിന്റെ CGS യൂണിറ്റ് ആണ് എന്ത്? പോയിസ് എന്ന് പറഞ്ഞത്. അത് കറക്റ്റ് ആണ്. വർക്ക് ആൻഡ് എനർജി ഹാവ് സെയിം യൂണിറ്റ്സ്. ഓക്കെ, വർക്കിന് എനർജിക്കും സെയിം യൂണിറ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. കൈനറ്റിക് എനർജിക്കും അതുപോലെ വർക്കിന് എനർജിക്കും സെയിം യൂണിറ്റ് ആണ്. യൂണിറ്റ് ഓഫ് സർഫസ് ടെൻഷൻ ഈസ് ന്യൂട്ടൺ മീറ്റർ. സർഫസ് ടെൻഷന്റെ യൂണിറ്റ്, സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ F/L എന്നല്ലേ വരിക. അപ്പൊ ന്യൂട്ടൺ ബൈ മീറ്റർ എന്നാണ് വരിക കേട്ടോ. അപ്പൊ അത് തെറ്റാണ്.
ചോദിച്ചേക്കണത് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ് എന്നല്ലേ ചോദിച്ചേക്കണത്. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരിക? ഡി. സർഫസ് ടെൻഷൻ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ അല്ല, ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. സർഫസ് ടെൻഷൻ എനർജി അല്ല. സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഫ്രം ഫോളോയിങ് ഈസ് പാരലാക്റ്റിക് സെക്കൻഡ്, ലൈറ്റ് ഇയർ, അസ്ട്രോണോമിക്കൽ യൂണിറ്റ്, ഫെർമി. സ്മോളസ്റ്റ് യൂണിറ്റ് ആണ്. ഓക്കെ, ഈ പാരലാക്റ്റിക് സെക്കൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ആയ യൂണിറ്റുകൾ ഒന്നാണ്. ലൈറ്റ് ഇയറും അസ്ട്രോണമിക് യൂണിറ്റ് ഒക്കെ ഭയങ്കര വലിയ ലെങ്ത് അളക്കാനുള്ള യൂണിറ്റ് ആണ്. ഫെർമി എന്ന് പറഞ്ഞാൽ ഏകദേശം 10⁻⁻15 മീറ്റർ എന്ന് വരും. വളരെ ചെറിയ യൂണിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഫെർമി ആണ് കേട്ടോ. ഫെർമി. ഓക്കെ, ഫെർമി. യൂണിവേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒന്ന് ഞാൻ ചെറുതായിട്ട് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പം നീറ്റിൻ്റെ ക്രാഷ് കോഴ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 20th March 2025 കീമിൻ്റെ ക്രാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് 27 March 2025 നീറ്റ് JEE റിപ്പീറ്റേഴ്സ് ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് June 1 ഓൺവേർഡ്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാം എഴുതുകയാണെങ്കിൽ യൂണിവേഴ്സലിൻ്റെ പബ്ലിക് സ്കൂളിലും അതുപോലെ ഓൺലൈൻ JEE +1 +2 ഹോൾഡേ ബാച്ചുകളിലൊക്കെ അവർക്ക് ഈ യൂണിവേഴ്സൽ ടാലന്റ് സെർച്ച് എക്സാം എഴുതി അതിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അതിൽ നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവരൊന്ന് പ്രേരിപ്പിക്കുക. ഓക്കെ, ഡയമെൻഷണൽ അനാലിസിസ്. ഈ ഡയമെൻഷൻ അനാലിസിസ് എന്താണെന്ന് പറയണമെങ്കിൽ ആദ്യം നമ്മൾ ഡയമെൻഷൻസ് എന്താണെന്നും ഡയമെൻഷണൽ ഫോമുല എന്താണെന്നൊക്കെ പറയണം അല്ലേ. അപ്പോൾ ഡയമെൻഷൻസ് എന്താ വെച്ചാൽ പവേഴ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളെ മൾട്ടിപ്ലൈ ചെയ്തും ഡിവൈഡ് ചെയ്തൊക്കെയാണല്ലോ. അപ്പോൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അകത്ത് കിടക്കുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളുടെ പവർ, ആ പവറിനെ പറഞ്ഞ പേരാണെന്ത്? ഡയമെൻഷൻസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഡയമെൻഷണൽ ഫോമുല. It is an expression which shows how and which of the fundamental quantities used to represent a physical quantity. Physical quantity ഏതെല്ലാം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിനെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് കാണിച്ചു തരുന്ന ഒരു എക്സ്പ്രഷന്റെ പേര് മാത്രമാണ് എന്ത്? ഡയമെൻഷണൽ ഫോമുല. അതിന് യൂണിറ്റുമായിട്ടാണ് ബന്ധമുള്ളത് കേട്ടോ. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇപ്പോൾ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി 5 ന്യൂട്ടൺ വേണ്ടി നമുക്ക് എഴുതാൻ പറ്റും. 5 kg/m/s² ആണല്ലോ ഈ എഴുതി വെച്ചേക്കണത്. ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഡയമെൻഷണൽ ഫോമുല ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mLT⁻² എഴുതാം. mLT⁻². അപ്പൊ മാസിന്റെ പവർ എത്രയാണ്? 1. ലെങ്ത്തിന്റെ പവർ എത്രയാണ്? 1. ടൈമിന്റെ പവർ എത്രയാണ്? -2. സോ മാസിൽ 1ഉം ലെങ്ത്തിൽ 1ഉം ടൈമിൽ -2 ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻസ്. ഈ മാസിന്റെയും ലെങ്ത്തിന്റെയും ടൈമിന്റെയും പവേഴ്സിനെ പറഞ്ഞ പേരാണ് എന്ത്? ഡയമെൻഷൻസ് എന്ന് പറയാം. അപ്പൊ നമ്മൾ നോക്കി ആ യൂണിറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. കിലോഗ്രാമിന്റെ പവർ 1, മീറ്ററിന്റെ പവർ 1, സെക്കൻഡിന്റെ പവർ -2. അത് ഫോഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്ന്. വേറെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ ഈ പവർ മാറിപ്പോകും. അപ്പൊ പല പല ഫിസിക്കൽ ക്വാണ്ടിറ്റികൾക്ക് വേറെ വേറെ പവർ ആയിരിക്കും. ഒരേ പവർ തന്നെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പൊ വർക്കിനും എനർജിക്കൊക്കെ ഒരേ പവേഴ്സ് വരും. ഓക്കെ, അതൊരു ഇതിന്റെ ഡീമെറിറ്റ് ആണ്. ഇതാണ് ഡയമെൻഷൻ അനാലിസിന്റെ എന്ത് ഒരു ഐഡിയ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഡയമെൻഷൻസ് ആർ ദ പവേഴ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഇൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. 7 dimensions of the world are mass, length, current, temperature, amount of substance and luminosity. മാസിന്റെ M എന്ന് കൊടുക്കും, ലെങ്ത്തിന്റെ L, ടൈമിന്റെ T, കറണ്ടിന്റെ I-യും A ഉപയോഗിക്കാറുണ്ട്, ടെമ്പറേച്ചറിന് K, തീറ്റ ഉപയോഗിക്കാറുണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന് മോളും ലൂമിനസിറ്റിക്ക് CD എന്നാണ് കൊടുക്കുക. കാൻഡിലയുടെ ഷോർട്ട് ആണ് എന്ത്? CD. ഓക്കെ, അത്ര വേറൊന്നുമില്ല. ഐഡന്റിഫൈ ദ പെയർ ഹൂസ് ഡയമെൻഷൻസ് ആർ ഈക്വൽ. ടോർക്ക് ആൻഡ് വർക്ക് നോക്കട്ടോ. അപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ടോ = R×F എന്നല്ലേ പറയാം. അപ്പൊ ടോർക്കിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്തായിരിക്കും? L × mL⁻² mL²T⁻². ഇനി വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ വർക്കിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്ത് വരും? ഫോഴ്സ് mL⁻² × L mL²T⁻². അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ടോർക്കിന്റെ വർക്കിന് എന്താണ്? സെയിം ഡയമെൻഷണൽ ഫോമുലയാണ് അല്ലെ. സ്ട്രെസ് ആൻഡ് എനർജി. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയാം. അപ്പൊ mL⁻² ഡിവൈഡ് ബൈ L² എന്ന് പറയുമ്പോൾ mL⁻⁻1T⁻². സ്ട്രെസ്സിന്, യങ്സ് മോഡുലസിന്, ബൾക്ക് മോഡുലസിന്, പ്രഷറിനൊക്കെ ഒരേ ഡയമെൻഷൻ ഫോമുലയാണ്. എനർജി ഡെൻസിറ്റിക്കും സെയിം ഡയമെൻഷൻ ഫോമുലയാണ് കേട്ടോ. പിന്നെ ഫോഴ്സ് ആൻഡ് വർക്ക് ഇപ്പൊ എല്ലാം ആയല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടോർക്കും വർക്കും സെയിം ഡയമെൻഷൻ ഫോമുലയാണ്. സ്ട്രെസ്സും എനർജിയും വേറെ വേറെ ഡയമെൻഷൻ ഫോമുലയാണ്.
ഫോഴ്സും സ്ട്രെസ്സും വേറെ വേറെ ഡയമെൻഷൻ ഫോമുലയാണ്, ഫോഴ്സും വർക്കും വേറെ വേറെ ഡയമെൻഷൻ ഫോമുലയാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏത് വരും? ടോർക്ക് ആൻഡ് വർക്ക്. ഓക്കെ, ഒരുപാട് ഡയമെൻഷൻ ഫോമുല ഉണ്ട്, എടുത്ത് വൃത്തിയായിരുന്നു പഠിക്കുക. The physical quantities not having same dimensions are Boltzmann constant and heat capacity. ഈ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഇക്വേഷൻ ആണ്. എനർജിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും, 3/2 kBT. അപ്പൊ നമുക്ക് കെ ബിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? 2/3 എന്ന് കൊടുക്കാം. അപ്പൊ കെ ബിയുടെ ഡയമെൻഷൻ ഫോമിൽ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനർജിയുടെ mL²T⁻²/K എന്ന് പറയുമ്പോൾ mL²T⁻² K⁻² എന്ന് വരും. ഇനി ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ΔQ/ΔT എന്നാണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ ഫോമിൽ നോക്കിയാലും എനർജീന്റെ mL²T⁻² K⁻1 അത് എന്ത് കിട്ടും? mL²T⁻² K⁻1 തന്നെ. മൊമെന്റം ആൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ഇത് രണ്ടുപേർക്ക് സെയിം ഡയമെൻഷൻ ഫോമിൽ കേട്ടോ. മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താണ്? mv എന്നാണ് പറയാ. മൊമെന്റത്തിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്തായിരിക്കും? m×L⁻⁻1. ഓക്കെ, ഇനി പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ E = h ന്യൂ. അപ്പൊ h = ആരായിരിക്കും? E/ν എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിന്റെ ഡയമെൻഷൻ ഫോമിൽ എന്തായിരിക്കും? mL²T⁻² ഫ്രീക്വൻസിന്റെ T⁻1 കൊടുത്തു കഴിഞ്ഞാൽ mL²T⁻1. അപ്പൊ ഇത് രണ്ടാൾക്കാർക്ക് ഡിഫറെന്റ് ആയ ഡയമെൻഷൻ ഫോമിൽ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നു. ഇനി ഫ്രിക്ഷനും ടെൻഷനും ടെക്നിക്കലി രണ്ടുപേരും എന്താണ്? ഫോഴ്സിന്. ഫ്രിക്ഷണൽ ഫോഴ്സും ടെൻഷണൽ ഫോഴ്സും രണ്ട് ഫോഴ്സ് ആണ്. അപ്പൊ അവർക്ക് സെയിം ഡയമെൻഷൻ ഫോമിലാണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻലെസ് ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഡയമെൻഷൻലെസ് ആണ്. രണ്ടുപേർക്കും ഡയമെൻഷൻ ഫോമില ഇല്ല. ആ രീതിയിൽ അവർ രണ്ടുപേരും സെയിം ഡയമെൻഷൻ ഫോമില ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അതിൽ നമ്മുടെ ആൻസർ ഏതാ വരിക? ബി, മൊമെന്റം ആൻഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. മൊമെന്റത്തിന്റെ അതേ ഡയമെൻഷൻ ഫോമിൽ വേണ്ട വേറൊരാൾ ആരാണ്? ഇമ്പൾസ് ആണ് കേട്ടോ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റും ആംഗുലർ മൊമെന്റത്തിനും ഒരു ഡയമെൻഷൻ ഫോമിലും വരും. ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് ദ റേഷ്യോ ഓഫ് ആംഗുലർ മൊമെന്റം ടു ലീനിയർ മൊമെന്റം. ഇപ്പൊ ആംഗുലർ മൊമെന്റത്തിന്റെയും ലീനിയർ മൊമെന്റത്തിന്റെയും ഡയമെൻഷണൽ ഫോമുലയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ mL²T⁻1 ആണ് ആംഗുലർ മൊമെന്റം, mL⁻1 ആണ് ലീനിയർ മൊമെന്റം. ഇപ്പൊ ലാസ്റ്റ് എന്ത് കിട്ടും? m കട്ടായി പോവും, L⁻0, mL⁻0, m⁻0 L⁻0. ഓപ്ഷൻ ഡി. ഓക്കെ, ലെങ്ത് ആണ് വരിക കേട്ടോ. അപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഡയമെൻഷൻ അനാലിസിന്റെ അപ്ലിക്കേഷൻ ആണ് ഒന്നാമത് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, കൺവേർട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ, ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഈ മൂന്ന് ചോദ്യങ്ങൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തെ ഭാഗത്തേക്ക് കിടക്കാം. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അതിന് നമുക്കൊരു പ്രിൻസിപ്പിൾ ആവശ്യമുണ്ട്. ആ പ്രിൻസിപ്പിളിന്റെ പേരാണെന്ത്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. Okay, if an equation is correct, the dimensional formula of its left hand side and right hand side are equal എന്ന് പറയുന്നതാണ് എന്ത്? പ്രിൻസിപ്പിൾ ഹോമോജിനിറ്റി. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഡയമെൻഷൻ ഫോമുല ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ഇക്വേഷൻസ് വെച്ച് ഡയമെൻഷനലി കറക്റ്റ് ആണോ ചെക്ക് ചെയ്യുക കേട്ടോ. ഇൻ ഡയമെൻഷൻ അനാലിസിസ് L+L L ആണ്, L-L L ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലെങ്ത്തുകളെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? വേറെ ലെങ്ത് കിട്ടുക. രണ്ട് ലെങ്ത്തുകളെ സബ്ട്രാക്ട് എന്താ കിട്ടുക? വേറെ ലെങ്ത് കിട്ടുക. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്താൽ അതേ ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടും. ഡിഫറെന്റ് ഫിസിക്കൽ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, ഓൺലി സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ്. ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് വേണ്ടി ഡിവൈഡ് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റില്ല. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റൻ നോക്കട്ടോ. PQR ആർ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ്? ഓക്കെ, അപ്പൊ പിയും ക്യൂ ആർ ഒക്കെ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ P/QR, ക്യൂനെ ആറിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്തു? P കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലെ? ഡിവിഷൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്കൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കിട്ടാവുന്നതാണ്, അത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല കേട്ടോ. അതുപോലെ തന്നെ P²Q/R, P-നെ സ്ക്വയർ ചെയ്തിട്ട് Q-മായി മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് R-മായി ഡിവൈഡ് ചെയ്തു, അത് ഓക്കെയാണ്. ഓക്കെ, P-QR ഇത് ഓക്കെയാണ്. QR ചിലപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ P ഡയമെൻഷൻ ഫോമിൽ ആയാലും അപ്പൊ നമുക്ക് അവരെ സബ്ട്രാക്ട് ചെയ്ത് തെറ്റില്ല എന്ന് പറയാൻ പറ്റുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്താണ്? P എന്ന് പറഞ്ഞാൽ മൊമെന്റം. ഓക്കെ, ഇത് മാസും വെലോസിറ്റിയാണ്. അപ്പൊ P-MV എന്ന് പറയുമ്പോൾ അത് ഓക്കെ ആയിട്ട് വരില്ലേ? അപ്പോൾ ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എന്തായിരിക്കും? രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ മറ്റേ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് മാച്ച് ആയിട്ട് വന്നാൽ പിന്നെ അവർ സബ്ട്രാക്ട് ചെയ്യുന്നത് തെറ്റില്ല. അപ്പൊ അത് ശരിയാവാനൊരു ചാൻസ് കിടപ്പുണ്ട്. പക്ഷെ P+Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. P-യും Q ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് ഇത്
മറ്റേ 3 ആൾക്കാരെ ശരിയാവുന്ന പോലെ ഒരിക്കലും ശരിയാവില്ല. ഓക്കെ, അപ്പോൾ P+Q ആണ് നമ്മുടെ ആൻസർ. ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പറ്റില്ല കേട്ടോ. A dimensionally correct equation need not to be actually a correct equation. A dimensionally inconsistent equation must be wrong. കേട്ടോ, നമുക്ക് V = U + AT എന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്, ഇത് ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ L(t⁻⁻1) പ്ലസ് ആക്സലറേഷൻ ആരാ L(t⁻2) ഇൻറ്റു ടി, ഇവിടെ ആരാ L(t⁻1). അപ്പോൾ L(t⁻1) ഈക്വൽ ടു L(t⁻1) പ്ലസ് L(t⁻1) അല്ലെങ്കിൽ L(t⁻1) ഈക്വൽ ടു L(t⁻1) കിട്ടും. അങ്ങനെ ഇക്വേഷൻ കറക്റ്റ് ആണ്. പക്ഷെ V = U + ½ AT എന്ന് പറഞ്ഞാലും ചിലപ്പോൾ എന്തായിരിക്കും, ഇത് കറക്റ്റ് തന്നെ പറഞ്ഞു കളയും. അത് ഡയമെൻഷനാലിസിന്റെ ഡീമെറിറ്റ് ആണ്. അതായത് ഡയമെൻഷനാലിസിൽ നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ, ശരിക്കും കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഡയമെൻഷനലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ടു ബി ആക്ച്വലി എ കറക്റ്റ് ഇക്വേഷൻ. ഓക്കെ, ഇപ്പോൾ V = U + AT ചിലപ്പോൾ ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയും, V = U + ½ AT ഡയമെൻഷനലി കറക്റ്റ് എന്ന് പറയും. പക്ഷേ V = U + ½ AT തെറ്റായ ഇക്വേഷൻ ആണ്. ഡയമെൻഷനലി ഇൻകൺസിസ്റ്റന്റ് ഇക്വേഷൻ മസ്റ്റ് ബി റോങ്. ഓക്കെ, ഇപ്പോൾ V = U² + AT എന്ന് പറഞ്ഞു വിചാരിച്ചോ, ഇപ്പോൾ ഡയമെൻഷനലി ഇൻകറക്റ്റ് ആണ്. ഒരു കാരണവശാലും ശരിയാവില്ല. ഡയമെൻഷനലി തെറ്റാണെങ്കിൽ ഉറപ്പായിട്ടും തെറ്റായിരിക്കും, പക്ഷെ ഡയമെൻഷനലി ശരിയായതുകൊണ്ട് ശരിക്കും ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ. V = AT² + BT + C, where V is velocity, T is time. Find dimensional formula of A, B and C. V = AT² + BT + C. എന്നല്ലേ പറയാം. ഒരു കാര്യം പറയട്ടെ, വിയുടെ ഡയമെൻഷൻ ഫോർമുല ആരാണ്? L(t⁻1) ആണ്. ഈ വിയുടെയും AT²ന്റെയും BT-യുടെയും C-യുടെ ഒക്കെ ഡയമെൻഷൻ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വെലോസിറ്റിന്റെ ഇപ്പോൾ L(t⁻1) എന്ന് വിചാരിച്ചോ, അപ്പൊ ഈ AT²ൽ T² എന്ന് പറയുമ്പോൾ T² ആണ്. അപ്പൊ L(t⁻1) വരണമെങ്കിൽ ഇവിടെ L(t⁻3) എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്കത് L(t⁻1) ആക്കാൻ പറ്റുമല്ലോ. അപ്പൊ A ആരായിരിക്കും? L(t⁻3). ഇനി B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ T ആരത്? T. അപ്പൊ ഇതെന്തായിരിക്കും? L(t⁻2). ഈ -2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് L(t⁻1) വരും. C ഓൾറെഡി എന്ത് തന്നെയാണ്? L(t⁻1) എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതാൻ പറ്റും. എന്റെ വാല്യൂ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L(t⁻3), B എന്ന് പറഞ്ഞാൽ L(t⁻2), സിന്റെ ആരാ? L(t⁻1). ഇതാണ് എയുടെയും ബിയുടെയും സിയുടെ ഡയമെൻഷൻ ഫോർമുല. ഓക്കെ, അത് ആ ഇക്വേഷന്റെ മുകളിൽ തന്നെ എഴുതി വെച്ച് നോക്കിയാൽ മതി. L(t⁻1) ഇതാരാ? T². അപ്പൊ L(t⁻3) അങ്ങനെ ചെയ്തു പോയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The potential energy of a particle varies with the distance as U = AX½ / X² + B, where A and B are constant. Dimension formula of AB. ഈ ഇക്വേഷൻ നോക്കട്ടോ, U = AX½ / X² + B. X² ബിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എന്തായിരിക്കും? they have same dimension formula. but dimensional formula of B = dimensional formula of X². എന്തുകൊണ്ട്? they are added. ഒരേ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ X² ഡയമെൻഷൻ ഫോർമുല ആരാ? L². അപ്പൊ B കിട്ടിട്ടോ കേട്ടോ, B കിട്ടി. ഇത് കാണും നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ A കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. AX½ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U × X² + B എന്നല്ലേ പറയാം. ഇതിന്റെ ഡയമെൻഷൻ ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ A × X½ ആരാ? L² × U എന്ത് കൊടുക്കുക? mL² T⁻². X²ക്കും B ക്കും ഒരു ഡയമെൻഷൻ ഫോർമുല ആയതുകൊണ്ട് അതെത്രയാണ്? L² എന്ന് എഴുതിട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? A × L² = mL4 T⁻². ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ A = mL4 T⁻² / L². ഇത് മുകളിൽ പോയാൽ എത്ര കിട്ടും? 4 - ½ അല്ലെ? 7/2 എന്ന് കിട്ടുട്ടോ. അപ്പൊ mL7/2 T⁻² എന്ന് കിട്ടി. എന്തിന്റെ ഡയമെൻഷൻ ഫോർമുല? എയുടെ ഡയമെൻഷൻ ഫോർമുല. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? AB ആണ് കാണേണ്ടത്. അപ്പൊ AB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് mL
റേസ് ടു 7/2 ടി റേസ് ടു -2 ഇൻറ്റു എൽ സ്ക്വയർ. അപ്പൊ ഈ 7/2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 11/2 എന്നല്ലേ വരിക. നമുക്ക് എത്ര കിട്ടും? എം എൽ റേസ് ടു 11/2 ടി റേസ് ടു -2. ഓക്കെ, ഓപ്ഷൻ ബി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുഴപ്പമില്ലല്ലോ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇൻ എ ബുക്ക്, ആൻസർ ഓഫ് എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് എക്സ്പ്രസ്ഡ് ആസ് ബി ഈക്വൽ ടു ma/k into √1 plus 2kl/ma. Here m represent mass, a represent acceleration, l represent length. Unit of b should be. b യുടെ യൂണിറ്റ് കാണണം. ഒരു കാര്യം ചെയ്യാം, ഈ ഇക്വേഷൻ എഴുതി വെച്ചാൽ b ഈക്വൽ ടു ma/k √1 plus 2kl/ma എന്നല്ലേ പറഞ്ഞേക്കണത്. ഈ 2kl-ഉം ma-യും കൂടെ 1-ഉമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 1 ഡയമെൻഷൻലെസ് ആണ്. അപ്പൊ 2kl/ma എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2kl/ma എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻലെസ് ആയിരിക്കും. ദാറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു 1. അപ്പൊ 2kl-ന്റെ ma-ന്റെ ഡയമെൻഷണൽ ഫോർമുല എന്തായിരിക്കും? സെയിം ആയിരിക്കും. k തന്നെ കൊടുക്കുക. എൽ ma എന്ന് പറഞ്ഞാൽ ആരാ? ഫോഴ്സ് അല്ലേ? ml t റേസ് ടു -2. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? k-ന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു m t റേസ് ടു -2 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേറെ കാര്യം പറയാൻ പറ്റുക, ഈ റൂട്ടിനകത്തുള്ള ടൈമൊക്കെ ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും, ബിന്റെ ഡയമെൻഷൻ ഫോർമുല ഈക്വൽ ടു ma/k എന്ന് കൊടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഈ റൂട്ടിനകത്തുള്ള ടൈമൊക്കെ ഒന്നല്ലേ കിടക്കുന്നത്. 1 ഡയമെൻഷൻലെസ് ആയതുകൊണ്ട് 2kl/ma ഡയമെൻഷൻലെസ് ആയതുകൊണ്ട് പിന്നെ നമ്മുടെ പ്രിൻസിപ്പൾ ഹോമോജിനിറ്റി പ്രകാരം ഇപ്പുറം അപ്പുറവും കറക്റ്റ് ആവണമല്ലോ. അപ്പോൾ ഇതിന്റെ ബിയുടെ ഡയമെൻഷൻ ഫോർമുല എന്തിന് ഈക്വൽ ആവണം? ma/k ഈക്വൽ ആവണം. അപ്പൊ ബി ഈക്വൽ ടു ma/k എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ma ആരാ? ml t റേസ് ടു -2 ഡിവൈഡ് ബൈ m t റേസ് ടു -2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാസ്റ്റ് എൽ എന്ന് കിട്ടും. എൽ എന്ന് പറഞ്ഞാൽ ആരാ? മീറ്റർ. മീറ്റർ അല്ലേ ലെങ്ത്തിന്റെ യൂണിറ്റ്. സോ ദ ആൻസർ ഈസ് മീറ്റർ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺവേർഷൻ ഓഫ് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ടു അതർ. നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു കൺവേർഷൻ ഫോർമുല ഉണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത് n2 ഈക്വൽ ടു n1 ഇൻറ്റു m1/m2 ഹോൾ റേസ് ടു a, l1/l2 ഹോൾ റേസ് ടു b ആൻഡ് t1/t2 ഹോൾ റേസ് ടു c. ഒരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്കത് എങ്ങനെയാണ് മാറ്റുക നോക്കാം കേട്ടോ. ഹൗ മെനി പോയിസ് ഈസ് ഈക്വൽ ടു 1 പോയിസ് ഒല്ലി. ഈ പോയിസ് എന്ന് പറഞ്ഞാൽ CGS യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റിയും പോയിസ് ഒല്ലി ആരാണ്? SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. സോ നമുക്ക് കാണേണ്ടത് 1 പോയിസ് ഒല്ലി, 1 പോയിസ് ഒല്ലി ഈക്വൽ ടു ഡാഷ് പോയിസ്. അത് n1 u1 ഈക്വൽ ടു n2 u2. അപ്പൊ നമ്മൾ എന്താണ് കാണേണ്ടത്? n1ന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, u1 പോയിസ് ഒല്ലി, n2 ആണ് കാണേണ്ടത്. അപ്പൊ n2ന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാലോ അല്ലെ. അപ്പൊ ആ ഫോർമുല ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഈ പറഞ്ഞേക്കണ n1 ഇൻറ്റു m1/m2 ഹോൾ റേസ് ടു a, l1/l2 ഹോൾ റേസ് ടു b, t1/t2 ഹോൾ റേസ് എന്നൊക്കെ പറഞ്ഞത്. ആ ഫോർമുല കൊടുക്കുക. n2 ഈക്വൽ ടു n1 ഇൻറ്റു m1/m2 ഹോൾ റേസ് ടു a, l1/l2 ഹോൾ റേസ് ടു b, t1/t2 ഹോൾ റേസ് ടു c. ഇത് വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി ഡയമെൻഷൻ ഫോർമുല എന്താ? വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ml റേസ് ടു -1 t റേസ് ടു -1 എന്നാണ് വിസ്കോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല വരുന്നത് സ്റ്റോക്സിൽ ഉപയോഗിച്ചിട്ട്. ഇപ്പൊ F ഈക്വൽ ടു 6π η/rv എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ഈറ്റ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? F/rv എന്ന് കിട്ടും. അപ്പൊ F ആരാണ്? ml t റേസ് ടു -2 ഡിവൈഡ് ബൈ l ഇൻറ്റു l t റേസ് ടു -1 കൊടുക്കുമ്പോൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ml റേസ് ടു -1 t റേസ് ടു -1. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് നമ്മൾ നേരെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വിസ്കോസിറ്റി ഡയമെൻഷൻ ഫോർമുല എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് എത്രയാണ്? ഈറ്റ ഡയമെൻഷൻ ഫോർമുലയാണ് ml റേസ് ടു -1 t റേസ് ടു -1. അപ്പോൾ എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n1ന്റെ വാല്യൂ 1 ഇൻറ്റു m1/m2 ഹോൾ റേസ് ടു a, l1/l2 ഹോൾ റേസ് ടു b, t1/t2 ഹോൾ റേസ് ടു c. എയും ബിയും സിയും കിട്ടിയിരിക്കുന്നു. 1 -1 -1. ഈ ഈറ്റയുടെ ഡയമെൻഷൻ ഫോർമുലയുള്ള ഈ 1 -1 -1 ആണ് എയും ബിയും സിയും പറഞ്ഞ കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 1 -1 -1. ഇനി m1 m2
L1 T1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ആണ്. അത് SI യൂണിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റിൽ ഏതൊക്കെയാണ്? 1 കിലോഗ്രാം 1 മീറ്റർ 1 സെക്കൻഡ്. ഇനി അടുത്ത CGS യൂണിറ്റ് ആണ് എന്ത്? ഈ പോയിസലി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ M2 L2 T2 എന്ന് പറയുമ്പോൾ 1 ഗ്രാം 1 സെന്റിമീറ്റർ 1 സെക്കൻഡ്. ഇതൊന്ന് മാറ്റുമ്പോൾ 1 ഇൻറ്റു ബിഗർ യൂണിറ്റിനെ പിടിച്ച് സ്മോളർ യൂണിറ്റിലേക്ക് മാറ്റിയാൽ 10⁻³ ഗ്രാം ഡിവൈഡ് ബൈ 1 ഗ്രാം റേസ് ടു 1, 10⁻² സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 1 സെന്റിമീറ്റർ ഹോൾ റേസ് ടു -1, 1 സെക്കൻഡ് ബൈ 1 സെക്കൻഡ് ഹോൾ റേസ് ടു -1. ഇത് എത്ര കിട്ടും? 1 ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻² ഇൻറ്റു 1. ലാസ്റ്റ് ഇത് 10 കിട്ടും. സോ 1 പോയിസലി ഈസ് ഈക്വൽ ടു ആരായിരിക്കും? 10 പോയിസ്. ഇങ്ങനെയാണ് കൺവേർഷൻ ഓഫ് ഫോർമുല നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. ഇഫ് വെലോസിറ്റി, മാസ്, ടൈം ആർ ടേക്കൺ ആസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് യങ്സ് മോഡുലസ്. അപ്പോൾ നമുക്ക് ഡയമെൻഷനാലിസിന്റെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ് എന്ത്? ഡെറിവേഷൻ ഓഫ് ഫോർമുല. എങ്ങനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡെറൈവ് ചെയ്യാൻ നോക്കാം കേട്ടോ. വെലോസിറ്റി, മാസിനെയും ടൈമിനെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആക്കണമെങ്കിൽ യങ്സ് മോഡുലസിനെ കൊണ്ടൊരു ഫോർമുല ഉണ്ടാക്കണം. അപ്പോൾ യങ്സ് മോഡുലസ് ഈസ് പ്രൊപ്പോർഷണൽ ടു MVT എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് ABC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക യങ്സ് മോഡുലസിന്റെ വാല്യൂ. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ML⁻⁻1 T⁻²- ആണ്, പ്രൊപ്പോർഷണൽ ടു മാസിന്റെ M തന്നെ, വെലോസിറ്റിന്റെ ആരാ? LT⁻⁻1 ഹോൾ റേസ് ടു B, ടൈമിന്റെ T⁻C. ML⁻⁻1 T⁻² പ്രൊപ്പോർഷണൽ ടു M⁻A L⁻B T⁻B+C. ഇങ്ങനെയല്ല നമ്മൾ ഡെറൈവ് ചെയ്യുക. ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതി. ഇനി നമുക്ക് അപ്പുറം ഇപ്പുറം കമ്പയർ ചെയ്യുക. അപ്പോൾ എന്റെ വാല്യൂ എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ബിന്റെ വാല്യൂ എന്ത് കിട്ടി? -1 കിട്ടി. ഇനി -B+C എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? -2. ഓൾറെഡി B എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -*- +C = -2. അപ്പോൾ എത്ര കിട്ടി? 1 + C = -2. അപ്പോൾ C = -3 എന്ന് വന്നു. എല്ലാം കൂടെ കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് y-ന്റെ ഇക്വേഷൻ എഴുതാം. MVT എന്ന് കൊടുക്കുമ്പോൾ എന്റെ വാല്യൂ 1, ബിന്റെ വാല്യൂ -1, ടിന്റെ വാല്യൂ -3. അപ്പോൾ ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ 3. ഓക്കെ, നെക്സ്റ്റ്. If force, velocity and time are taken as fundamental units, then dimensional formula of mass ആണ് കേട്ടോ. ഫോഴ്സും വെലോസിറ്റിയും ടൈമും ഒക്കെ എന്താണ്? ഫണ്ടമെന്റൽ യൂണിറ്റ് ആണെങ്കിൽ ഡയമെൻഷൻ ഫോർമുല ഓഫ് എന്ത് കാണണം? മാസ് കാണണം. നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് കാണാം. നമുക്ക് മാസിന്റെ ഒരു ഫോർമുല ആരെ കൊണ്ടുണ്ടാക്കണം? എഫിനെയും വിനെയും ടിനെയും കൊണ്ടുണ്ടാക്കണം. ABC എന്ന് കൊടുത്തു. M proportional to ML T⁻² whole raised to A, L T⁻1 whole raised to B T⁻C. M proportional to M⁻A L⁻A plus B T⁻-2A-B+C എന്ന് കൊടുത്തു കേട്ടോ. അപ്പുറം ഇപ്പുറം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എമ്മിന്റെ പവർ 1 ആണ്, എല്ലിന്റെയും ടിന്റെയും പവർ 0 കൊടുക്കുക. അപ്പുറം ഇപ്പുറം കമ്പയർ ചെയ്യുമ്പോൾ A = 1 എന്ന് കിട്ടി. ഓക്കെ, A+B = 0. അപ്പൊ A 1 ആയതുകൊണ്ട് 1 + B = 0. അപ്പൊ B = ആരായിരിക്കും? -1. ഇനി അടുത്ത് -2A - B + C അല്ലെ? -2A - B + C = എത്രയായിരിക്കും? 0. അപ്പൊ എത്ര കിട്ടും? -2 × -1 പ്ലസ് B ആരാണ്? -1 പ്ലസ് C = 0. -2 × -1 +2 അല്ലെ? +2 -2A - B + C എന്നല്ലേ പറഞ്ഞേക്കണേ അല്ലേ? എന്റെ വാല്യൂ 1 ആട്ടോ. -2 × 1 -2 + 1 + C = 0. എത്ര കിട്ടും? -1 + C = 0, C = 1. എല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് M proportional to FVT എന്ന് കൊടുത്താൽ 1 -1 again 1. അപ്പോൾ ഓപ്ഷൻ ഏത് കിട്ടും? D എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഇതോടുകൂടി നമ്മൾ നമ്മളുടെ ഫസ്റ്റ് പോർഷൻ നമ്മൾ തീർത്തിരിക്കുന്നു. ഏകദേശം നമ്മൾ
ഫിസിക്കൽ ക്വാണ്ടിറ്റി യൂണിറ്റും പറഞ്ഞു കഴിഞ്ഞു, ഡയമെൻഷൻ ഫോർമുലയും പറഞ്ഞു. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? എററും സിഗ്നിഫിക്കൻറ്റ് ഫിഗറും വെർനിയർ കാലിപ്പറും സ്ക്രൂ ഗേജും ചെയ്യാം. കുറച്ചുകൂടെ വലിയ പോർഷൻ ആയിരിക്കും അത് കേട്ടോ. കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെയാണ് കൂടുതൽ വരിക. ഓക്കെ.